ഹായ് സുഹൃത്തുക്കളെ, എന്റെ വീട്ടിലെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സുകളാണ്. ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞത് ഒരു ആരോഗ്യമില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് നാളായിട്ട് ഓരോരോ ടിപ്പുകൾ ഇങ്ങനെ കണ്ടുപിടിച്ച് അവസാനം ഞാനൊരു ടിപ്പ് കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ എന്തുമാത്രം ആരോഗ്യം ഇതിനുണ്ടെന്നുള്ളത്. ഓരോ ചെടികൾ കാണുമ്പോൾ നമുക്ക് അറിയുന്നത് ഇതിന്റെയൊക്കെ തണ്ടും ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. കണ്ടല്ലോ, മനോഹരമായിട്ടുള്ള നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റ് അല്ലെ മറ്റേത് പ്ലാന്റും ആയിക്കോട്ടെ, വളരെ മനോഹരമായിട്ടും അതിന് വേണ്ട വളം ഏതാണെന്ന് വെച്ചാൽ അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ രീതിയിൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നമുക്ക് വീടിനെ മനോഹരമാക്കാൻ കഴിയും. അപ്പൊ അതിന്റെ ഒരു ടിപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോഴേ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും മിക്കവാറും എല്ലാ വീടുകളിലും മുട്ട വാങ്ങിക്കാറുണ്ട്. അപ്പം മുട്ട വാങ്ങിച്ചിട്ട് നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാവും ആയിക്കോട്ടെ. പക്ഷെ മുട്ടത്തോട് നമ്മൾ ഒരു കാരണവശാലും കാര്യം നമ്മളിങ്ങനത്തെ മുട്ടത്തോടുകൾ സൂക്ഷിച്ച് വെച്ചിട്ട് അത് ഇങ്ങനെ നമ്മളൊരു ബക്കറ്റിൽ വെള്ളം എടുക്കുക. എന്നിട്ട് ഈ മുട്ടത്തോട് ഇതുപോലെ നമ്മളിങ്ങനെ പൊടിച്ച് ഇതിനകത്ത് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇത് കേട്ടോ, ഞാൻ കുറച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, രാവിലെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ ഒരു ദിവസത്തേക്ക് ഇങ്ങനെ വെക്കുക. ഒരു ദിവസം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇപ്പം ഇന്നലെ ഞാൻ കുറച്ച് വെച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ വെള്ളം ഒരു ദിവസത്തിന് ശേഷം നമ്മൾ എടുത്തിട്ട് 3 ഇരട്ടി വെള്ളം കൂടി ചേർത്ത് ഒരു മഗ്ഗിനകത്താണെങ്കിൽ 3 മഗ് കൂടി ചേർക്കുക. 3 ഇരട്ടി വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചെടുക്കുക. 3 ഇരട്ടി വെള്ളം ചെടിയുടെ ചോട്ടിൽ ഒഴിക്കുക. അതുപോലെ തന്നെ 5 ഇരട്ടി വെള്ളം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്പ്രേയറിനകത്താക്കുക. ഞാനിപ്പോൾ സ്പ്രേയറിനകത്ത് 5 ഇരട്ടി വെള്ളം ചേർത്ത് സ്പ്രേയറിനകത്ത് ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതൊന്ന് ഇത് നമുക്ക് ചെടികളുടെ ഇലകളിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ തളിച്ചു കൊടുക്കാം. ഇപ്പൊ 5 ഇരട്ടി വെള്ളമാണ് നമുക്ക് 5 ഇരട്ടി വെള്ളം നന്നായിട്ട് ഡൈലൂട്ട് ആയി കഴിഞ്ഞാൽ പയറെന്ന് പറഞ്ഞാൽ ചെടികളുടെ ഇലകളൊക്കെ അത് ശരിക്കും വലിച്ചെടുക്കാൻ പറ്റും. നമ്മൾ പിന്നെ ഡൈലൂട്ട് ചെയ്തില്ലെങ്കിൽ കട്ടിയാണെങ്കിൽ ഈ ചെടികൾ ഇത് പശപ്പര പിടിച്ചിട്ട് അത് ചെടി വാടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെടിയുടെ ഇതിങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിങ്ങനെ ചെയ്താൽ മാത്രം മതി. വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലും ചെടികൾ നല്ല ഭംഗിയായിട്ട് വളർത്താൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.